ജഡായു നൽകുന്ന ഒരു സന്ദേശം ഉണ്ടല്ലോ, അതാരാ പറയാം? ജഡായു എന്താ ചെയ്തതെന്ന് പറയാം? കുട്ടികൾക്ക് അറിയാമല്ലോ. സീതാദേവിനെ തട്ടിക്കൊണ്ടു പോകുന്ന പുഷ്പ വിമാനത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ വഴി തടഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ ചെയ്തത് ജഡായു? ഒരു അധർമ്മം കണ്ടാൽ, ഒരു തെറ്റ് കണ്ടാൽ നോക്കി നിന്നിട്ട് ഇശ്ശോ കഷ്ടം ഇങ്ങനെ നിൽക്കണം അവിടെ. ഈ 2 ദിവസം മുമ്പ് അപ്പൊ അവിടെ വേറൊരു വിഷയമാണ്. രാത്രിയിൽ എന്നെ ഒരാൾ വിളിച്ചു. നമ്മുടെ ബാബു വെള്ളങ്ങൽ, നമ്മുടെ മാടക്കശ്ശേരി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്. ടീച്ചറെ പോയിട്ടുണ്ട് മാടക്കശ്ശേരി? ഇല്ല. ബാബു വെള്ളങ്ങൽ എന്റെ മുഖ സന്നദ്ധ സേനയുടെ ഭടനാണ്, സേനാധിപതിയാണ്. അയാൾ എന്നെ വിളിച്ചതെന്ന് പറയാം, ഒരാളെ ആശുപത്രിയിലാക്കില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറെ കാറിൽ ഇടിച്ചിട്ട് ഇയാള് തെറിച്ച് വീണ് അബോധാവസ്ഥ കിടക്കാണ്. എല്ലാവരും പോയി നോക്കുന്നുണ്ട്. പെട്ടെന്ന് മൊബൈൽ എടുത്തു, സെൽഫി എടുക്കുന്നു. ഒരുപാട് ആൾ വട്ടത്തിൽ കൂടി സെൽഫി എടുക്കുന്നു, നോക്കുന്നു. അപ്പോഴാണ് ഈ ബാബു അവിടെ വരുന്നത്. ബാബു സന്നദ്ധ സേനാംഗമല്ലേ. ബാബു ആളുകളെ വകഞ്ഞു മാറ്റി അകത്ത് കയറി. നമ്മുടെ ആനന്ദന്റെ കയ്യിലുണ്ട് കേട്ടോ, അതങ്ങനെ തലകൊണ്ടുകൊണ്ടാണ്. നല്ലൊരു കാര്യം ചെയ്ത ആനന്ദന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. എന്റെ ഒക്കെ സന്നദ്ധ സേനാംഗം, സത്യം ഞാൻ എന്റെ രക്ഷാധികാരിയാണ്, എത്ര പുണ്യം ചെയ്യുന്നുണ്ടെന്നത് അവരൊക്കെ. അപ്പൊ ഈ ബാബു വേഗം അകത്ത് കയറി ആളെ വകഞ്ഞു മാറ്റിയിട്ട് അയാളെ എടുത്തു നോക്കുമ്പോൾ പൾസില്ല, എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്നുപോയി. വേഗം തന്നെ CPR എന്ന് പറഞ്ഞാൽ ഇത് എന്തിനും അമർത്തി കൊടുക്കും, അത് കൊടുത്തു. എന്നിട്ടും കിട്ടാൻ മൂക്കിൽ വായിൽ ശ്വാസം കൊടുത്ത് ഈ പൾസ് വീണ്ടെടുത്ത് സെന്റ് ജോസഫിൽ കൊണ്ടുപോയി, പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അയാളിപ്പോൾ രക്ഷപ്പെടുന്നു കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ജഡായു പറഞ്ഞ പാഠം നടപ്പിലാക്കിയ ഒരാളുടെ പേരാണ് ബാബു വെള്ളങ്ങൽ. കിട്ടിയ ആനന്ദനും അങ്ങനെ കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? ജഡായു പഠിപ്പിച്ചത് എന്താണ്? എന്താണ് ആപത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഘട്ടങ്ങൾ നോക്കി നിൽക്കുന്നത്. അതിന് ടീച്ചർ ഒരു വാക്കില്ല, അതിന് വിപരീതമായിരിക്കും അല്ലേ? ഇല്ലേ, ആപത്ത് വരുമ്പോൾ നമ്മൾ പേടിച്ച് വായിച്ചു നിൽക്കും അല്ലെ? പെട്ടെന്ന് ഒരാൾ അവിടെ വീണാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു കുട്ടികളെ വീണാൽ എന്താ അവിടെ സംഭവിക്കാൻ പറയാം? നമ്മളെല്ലാവരും കാണും. പല ടീച്ചർ മുന്നിൽ ഓടും. എന്താ കാരണം? അല്ലെങ്കിൽ നിങ്ങൾ ചിലർ ഇറങ്ങി ഓടും, ചിലരോ അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല. ചിലർ ആ സെക്കൻഡിൽ എന്ത് ചെയ്യും? ഓടിപ്പോയി സഹായിക്കും. ചിലർ നോക്കി കുറച്ച് കഴിഞ്ഞിരിക്കും. ഇങ്ങനെ മനുഷ്യന് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ജഡായു പഠിപ്പിക്കുന്നത്? നമ്മളിതുപോലെ ഒരു അധർമ്മം കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ വിരൽ ചൂണ്ടണം, അതിനെ നമ്മൾ എതിർക്കണം, പറ്റുമെങ്കിൽ തടയണം. കുറിച്ച് സമ്മതിച്ചു.